ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്കായ മസാലയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 20 വെണ്ടക്കായ എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി ഇതൊന്ന് നീളത്തിലൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ വെണ്ടക്കായൊക്കെ ഞാൻ ഇതുപോലെ നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ടാക്കാം. പാൻ ചൂടായിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് ഒരു വലിയ സവോള അത് നീളത്തിലരിഞ്ഞത്, പിന്നെ 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 6 വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പിലയും അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വാടിയാൽ മതി. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റാം. ഒന്ന് വാടിയാൽ മാത്രമേ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി അത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെണ്ടക്കായ ഇട്ട് കൊടുക്കാം. വെണ്ടക്കായ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ തക്കാളി, നീളത്തിലരിഞ്ഞ തക്കാളിയാണ്. ഇനി അതും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറട്ടെ. തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. വെണ്ടക്കായും അതിൻ്റെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി പൊടികൾ ഇട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്തു. അതെല്ലാം നന്നായിട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആദ്യം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മസാലയ്ക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ വെണ്ടക്കായ മസാല തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.